الفلاح حي على الفلاح الصلاة خير من النوم الصلاة خير من النوم അലി അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പള്ളിയിൽ നിന്ന് പറയുന്നത് കേട്ടില്ലേ? ഉറക്കത്തേക്കാൾ നല്ലത് നമസ്കാരമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എഴുന്നേൽക്കും മോനെ. ശരി ഉമ്മ. ഞാനൊന്ന് ഊളു എടുത്തോട്ടെ. അപ്പോ നീ പല്ല് തേക്കാതെയാ പള്ളി പോകുന്നേ? നിസ്കരിക്കാൻ എന്തിനാ പല്ല് തേക്കുന്നത്? ഊളു എടുത്താ പോരെ? അലി, നമസ്കരിക്കാൻ വുളു എടുത്താൽ മതി. പക്ഷേ വുളു എടുക്കുന്നതിന് മുമ്പ് പല്ലും തേക്കണം. അങ്ങനെയാ നമ്മുടെ നബി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മോൻ ആദ്യം പല്ല് തേച്ചോളൂ. അസ്സലാമു അലൈക്കും ഉപ്പ. വഅലൈക്കും അസ്സലാം. മോൻ ഉദു എടുത്ത് റെഡിയായല്ലേ? ഇനി നമുക്ക് പള്ളിയിലേക്ക് പോകാം. ഉപ്പ, ഇന്നു മുതൽ എല്ലാ ദിവസവും ഉപ്പയുടെ കൂടെ പള്ളിയിൽ പോകണമെന്ന് ഉമ്മ പറഞ്ഞല്ലോ, അതെന്തിനാ? മോൻ തന്നെ പറ, ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? അത് ഇന്നെന്റെ 7ാമത്തെ ബർത്ത്ഡേ ആണ്. അത് തന്നെ. അപ്പോ നിനക്കിപ്പോ എത്ര വയസ്സായി? 7 വയസ്സ്. നമ്മുടെ നബി പറഞ്ഞിരിക്കുന്നത് എന്താന്നറിയോ മോന്? എന്താ? 7 വയസ്സായാൽ എല്ലാ കുട്ടികളും നമസ്കരിച്ചു തുടങ്ങണമെന്നാ. മനസ്സിലായോ? നമ്മൾ നമസ്കരിച്ചില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? നമ്മൾ നമസ്കരിച്ചില്ലെങ്കിൽ നമ്മൾ മുസ്ലിം ആവുകയില്ല. മുസ്ലിം എന്ന് പറഞ്ഞാ എന്താ? മുസ്ലിം എന്ന് പറഞ്ഞാൽ അനുസരണയുള്ളവൻ. അതായത് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിക്കുന്നവൻ എന്നാണ് അതിനർത്ഥം. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മരണശയ്യയിൽ പോലും നമസ്കാരത്തെക്കുറിച്ചാണ് നമ്മോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നമസ്കാരത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് മോന് മനസ്സിലായോ? എന്നാ നമുക്ക് പോകാം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഞാൻ കൈപിടിക്കണോ ഉപ്പൂപ്പ? ഞാനിങ്ങനെ പതുക്കെ നടന്നു വന്നോളാം. എന്നെ കാത്തുനിന്ന് നിങ്ങളും വൈകും. നിങ്ങൾ നടന്നോളൂ. ആ ഉപ്പൂപ്പ പാവം അല്ലേ ഉപ്പ?
ഉപ്പൂപ്പ എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടി പള്ളിയിലേക്ക് വരുന്നത്? അത് മോനെ, സുബഹ് നമസ്കാരത്തിന് പള്ളിയിൽ വരുന്നവരെ അള്ളാഹുവിന് ഒരുപാട് ഇഷ്ടമാണ്. അള്ളാഹു അവർക്ക് ഒരുപാട് സമ്മാനങ്ങൾ നൽകും. അപ്പോ നമുക്കും സമ്മാനങ്ങൾ കിട്ടും അല്ലേ ഉപ്പ? എന്ത് സമ്മാനങ്ങളാണെന്ന് മോൻ അറിയോ? അറിയാം, സ്വർഗം. അത് തന്നെ. اللهم افتح لي أبواب رحمتك. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. اللهم إني أسألك من فضلك. മോനെ, ഉപ്പൂപ്പക്ക് വടിയെടുത്തു കൊടുക്ക്. ഇതാ ഉപ്പൂപ്പ വടി. മാഷാ അല്ലാ, നല്ല മോൻ. എന്താ മോന്റെ പേര്? അലി. നിങ്ങള് നടന്നോളൂ, ഞാൻ പതുക്കെ വന്നോളാം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഉപ്പ പള്ളിയിലേക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ എന്തോ ചെല്ലുന്നത് ഞാൻ കേട്ടല്ലോ, അതെന്താ? അത് പ്രാർത്ഥനകളാണ് മോനെ. കയറുമ്പോൾ അല്ലാഹുമ്മ അഫ്തഹ് ലീ അബ്വാബ റഹ്മതിക എന്നും, ഇറങ്ങുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക എന്നും പ്രാർത്ഥിക്കണം. എന്ന് പറഞ്ഞാ അതിന്റെ അർത്ഥം എന്താ? പള്ളിയിലേക്ക് കയറുമ്പോൾ അല്ലാഹുവേ, നിന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ എനിക്ക് നീ തുറന്നു തരേണമേ എന്നും, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അല്ലാഹുവേ, നിന്റെ ഔദാര്യത്തിൽ നിന്ന് ഞാൻ ചോദിക്കുന്നു എന്നുമാണ് പ്രാർത്ഥിക്കുന്നത്. മനസ്സിലായോ? ഇതുപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും കയറുമ്പോഴും എല്ലാം പ്രാർത്ഥനകളുണ്ട്. അതെന്താ ഉപ്പ? വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ നാമത്തിൽ തവക്കുൽ ചെയ്തുകൊണ്ട് വേണം നാം ഇറങ്ങാൻ. അതുപോലെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ബിസ്മി ചൊല്ലി അല്ലാഹുവിൽ തവക്കുൽ ചെയ്ത് വീട്ടിലുള്ളവർക്ക് സലാം പറഞ്ഞുകൊണ്ടാവണം നമ്മൾ കയറി ചെല്ലാൻ. വീട്ടിലേക്ക് കയറുമ്പോ ബിസ്മി ചൊല്ലിയില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? വീട്ടിൽ കയറുമ്പോൾ ബിസ്മി ചൊല്ലിയില്ലെങ്കിൽ ഇബ്ലീസും നമ്മുടെ കൂടെ വീട്ടിൽ കയറും. അപ്പോ വീട്ടിൽ കയറുമ്പോൾ എന്തായാലും ബിസ്മി ചൊല്ലണം അല്ലേ ഉപ്പ? ഉപ്പ, ആ മരത്തിൽ നിന്ന് കിളികൾ കരയുന്നത് കേട്ടോ? നോക്കി, ഒരുപാട് കിളികളുണ്ട്. എന്തിനാ കിളികൾ ഇങ്ങനെ കരയുന്നത്? അവ കരയുകയല്ല, അവ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കിളികൾ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഉപ്പാക്ക് എങ്ങനെ അറിയാം? അതോ, അത് ഖുർആനിലുണ്ട് മോനെ. ഈ പക്ഷികൾ മാത്രമല്ല, ഉറുമ്പും തേനീച്ചയും തവളയും എന്നു തുടങ്ങി ഈ ഭൂമിയിലും ആകാശത്തുമുള്ള എല്ലാ ജീവജാലങ്ങളും അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഖുർആനിൽ പറയുന്നത്. ഇനി അവ തീറ്റ തേടി നാനാദിക്കിലേക്കും പറന്നു പോകും. എവിടെ നിന്നാണ് ആ കിളികൾക്ക് തീറ്റ കിട്ടുക? ആരാണ് അവർക്ക് തീറ്റ കൊടുക്കുക? അല്ലാഹു. ആ കിളികൾക്ക് മാത്രമല്ല, ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളെയും തീറ്റിപ്പോറ്റുന്നത് അല്ലാഹുവാണ്.
ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون. ഉമ്മ, ഇപ്പോൾ ഓതിയത് സൂറത്തു യാസീൻ അല്ലേ? അതെ മോളെ. അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരാവോ ഉമ്മ? അല്ലാ, എനിക്കതിന്റെ അർത്ഥം അറിയില്ലല്ലോ മോളെ. അപ്പോ അള്ളാഹു ഈ പറയുന്നതൊന്നും നമ്മൾക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ എങ്ങനെ നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കും ഉമ്മ? അത് ശരിയാണല്ലോ. എങ്കിലൊരു കാര്യം ചെയ്യാം. മോള് മദ്രസയിൽ പോയി നന്നായി പഠിച്ചു വന്നിട്ട് ഉമ്മാക്കും പഠിപ്പിച്ചുതാ. ഇൻഷാ അല്ലാ ഉമ്മ. ആ, ഉപ്പയായിരിക്കും. ഞാൻ പോയി തുറക്കാം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഉമ്മ, അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. ആ, മോൻ നിസ്കരിച്ചോ? എത്ര റക്അത്ത് നിസ്കരിച്ചു? 2 റക്അത്ത്. നമസ്കാരത്തിൽ നീ എന്തൊക്കെയാ ചൊല്ലിയത്? ഫാത്തിഹ. നമസ്കരിച്ചു കഴിഞ്ഞപ്പോ ഞാനും കൈ ഇങ്ങനെ വെച്ച് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? ഉമ്മാനെയും ഉപ്പാനെയും കാക്കണേ, എന്നെയും ഇത്താനെയും നല്ല കുട്ടികളാക്കണേ എന്നൊക്കെ പറഞ്ഞു. ആമീൻ. മോന് ചായ കുടിക്കണ്ടേ? ഇത്താ തോന്നുന്നത് പോലെ ഞാനും ഖുർആൻ ഓതട്ടെ. ഇങ്ങോട്ട് താ. ഏയ്, നിനക്ക് ഓതാനൊന്നും അറിയില്ല. ഒന്ന് പോയേ. ആയിഷ, ഉപ്പ, എന്തു പറ്റിയാലി? ഈ ഇത്താത്തല്ലേ എന്നെ ഖുർആൻ തൊടാൻ സമ്മതിക്കണില്ല. എനിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല എന്ന് പറഞ്ഞു ഇത്താത്ത. ആഹാ, ഇത്താത്ത അങ്ങനെ പറഞ്ഞോ? ശരി, മോനും ഇന്നു മുതൽ ഇത്താത്താനോടൊപ്പം മദ്രസയിൽ പോയിക്കോ. കുറച്ചു ദിവസം കഴിഞ്ഞാൽ ഇത്താത്തയെ പോലെ മോനും ഖുർആൻ ഓതാൻ പഠിക്കാലോ. മോന് നന്നായി ഖുർആൻ ഓതാൻ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് ഉപ്പ ഉസ്താദിനോട് പറഞ്ഞോളാം ട്ടോ. മദ്രസയിൽ പോയി ഞാനും ഇത്താത്തേക്കാൾ നന്നായി ഖുർആൻ ഓതാൻ പഠിക്കല്ലോ. ഖുർആൻ ഓതാൻ മാത്രം പഠിച്ചാ പോരാ, അതിന്റെ അർത്ഥം കൂടി മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുകയും വേണം. മനസ്സിലായോ? ഇത്താത്തയെ നമുക്ക് തോൽപ്പിക്കണം. എന്താ? ഉമ്മ ഉമ്മ, ഞാനും ഇന്ന് ഇത്താത്തന്റെ കൂടെ മദ്രസയിൽ പോകും. ഉപ്പ പറഞ്ഞല്ലോ. ആഹാ. അലി, ദാ ചായ കുടിക്ക്. ഞാൻ ഇത്താത്തനെ തോൽപ്പിക്കും. അലി, നീ എന്തോ മറന്നല്ലോ. എന്താ? ആ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലി, എത്ര നേരായി നിന്റെ കുളി? ഒന്ന് വേഗം വാ, മദ്രസയിൽ പോവാൻ സമയായിട്ടോ. ദാ വരുന്നു ഇത്താത്ത. ഹായ്, പുതിയ കുപ്പായം. നല്ല മണം. മോനെ, പുതിയ കുപ്പായം ഇടുമ്പോൾ ബിസ്മില്ല പറയൂ. ഞാൻ മറന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ല ഭംഗിയുണ്ട് അല്ലേ ഉമ്മ? ഇത് തന്ന അള്ളാഹുവിന് താങ്ക്സ് പറയണ്ടേ? അൽഹംദുലില്ലാ.
നല്ല കുട്ടി. അസ്സലാമു അലൈക്കും. വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾ രണ്ടുപേർക്കും അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ. ആയിഷ, സൂക്ഷിച്ചു പോണേ, മോനെ നോക്കണട്ടോ. ശരി ഉമ്മ. അല്ലാഹുവേ, നീ അനുഗ്രഹമായി തന്ന ഈ രണ്ടു മക്കളെയും നിന്റെ മാർഗത്തിൽ നയിക്കുന്നവരാക്കണേ. അവരെ ഞങ്ങൾക്ക് ഈ ലോകത്തും പരലോകത്തും ഉപകാരപ്പെടുന്നവരാക്കി തീർക്കണേ. അവരിൽ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണേ. ആമീൻ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ആഹാ, ഇന്ന് അലിയുമുണ്ടല്ലോ. അലിയുടെ കുപ്പായം നല്ല ഭംഗിയുണ്ടല്ലോ. ഇത് പുതിയതാ? എന്റെ ഉപ്പച്ചി വാങ്ങി തന്നതാ. ഇർഫാനെ, ഉസ്താദ് ഇന്നലെ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥന പഠിച്ചോ? ആ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലുള്ള പ്രാർത്ഥനയല്ലേ, ഞാൻ പഠിച്ചു. എന്നാലൊന്ന് ചൊല്ലിക്കേ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹില്ലദി. നിൽക്ക്, ഞാൻ തന്നെ പറയാം. അൽഹംദുലില്ലാഹില്ലദി അത്അമനി വസഖാനി വജഅൽനി മിനൽ മുസ്ലിമീൻ. അൽഹംദു അൽഹംദു. അലിമോനെ ഉസ്താദ് പഠിപ്പിച്ചു തരും കേട്ടോ. അസ്സലാമു അലൈക്കും. വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വന്നിരുന്നോളൂ. ആഹാ, ഇന്ന് പുതിയൊരാളുണ്ടല്ലോ. ഇങ്ങോട്ട് വാ, ചോദിക്കട്ടെ. എന്താ മോന്റെ പേര്? അലി. നല്ല പേര്. അലി എന്നു പേരുള്ള മറ്റൊരാളും കൂടിയുണ്ട്. ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ നബിയുടെ വളർത്തുപുത്രൻ. നമ്മുടെ നബിക്ക് ഖുർആൻ അവതരിച്ചപ്പോൾ ഷഹാദത്ത് കലിമ ചൊല്ലിയ ആദ്യത്തെ കുട്ടിയായിരുന്നു അലി. ഷഹാദത്ത് കലിമ നിങ്ങൾക്കറിയാമോ? ഞാൻ പറയാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇസ്ലാം കാര്യങ്ങൾ 5 എണ്ണമാണ്. അതിൽ ഒന്നാമത്തേതാണ് ഷഹാദത്ത്. ബാക്കി ഏതൊക്കെയാണെന്ന് ഇർഫാൻ പറയൂ. രണ്ടാമത്തേത് നമസ്കാരം, മൂന്നാമത്തേത് സക്കാത്ത്, നാലാമത്തേത് നോമ്പ്, അഞ്ചാമത്തേത് ഹജ്ജ്. ഉസ്താദ്, ഇതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരാവോ? അതിനെന്താ, ഹനമോൾ ആദ്യം മുതൽ നോദിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാവാരുധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. പരമകാരുണ്യവാനും കരുണാവാരിധിയുമായ പ്രതിഫലദിനത്തിന്റെ നാഥനുമായ അല്ലാഹു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. ഞങ്ങൾക്ക് നീ നേരായ മാർഗം കാണിച്ചു തരണമേ, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ.
غير المغضوب عليهم ولا الضالين آمين. വഴിപിഴച്ചവരുടെയും നിന്റെ കോപത്തിനിരയായവരുടെയും മാർഗത്തിലല്ല. ആമീൻ. ഈ പ്രാർത്ഥന സ്വീകരിക്കണമേ. ഇന്നിനി മറ്റൊരു ചെറിയ സൂറത്തിന്റെ അർത്ഥം കൂടി നമുക്ക് പഠിച്ചാലോ? ശരി ശരി ഉസ്താദ്. ഉസ്താദ്. എന്നാൽ ശ്രദ്ധിച്ചു കേട്ടോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യവാനും കരുണാവാരിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. ഖുൽ ഹുവല്ലാഹു അഹദ്. പറയുക, അവനാണ് അല്ലാഹു, അവൻ ഏകനാണ്. അല്ലാഹു സ്വമദ്. അല്ലാഹു ആരെയും ആശ്രയിക്കാത്തവനാണ്, ഏവരാലും ആശ്രയിക്കപ്പെടുന്നവനും. ലം യലിദ് വലം യൂലദ്. അവന് സന്തതിയേതുമില്ല, അവനാരുടെയും സന്താനവുമല്ല. വലം യകുല്ലഹു കുഫ്വൻ അഹദ്. അവന് തുല്യനായി ആരുമില്ല. നമ്മൾ ആരാധിക്കേണ്ടതും അനുസരിക്കേണ്ടതുമൊക്കെ ഏകനായ അല്ലാഹുവിനെയാണ്. നമുക്ക് കാണാൻ കണ്ണും കേൾക്കാൻ ചെവിയും സംസാരിക്കാൻ നാവും തുടങ്ങി എല്ലാ അനുഗ്രഹങ്ങളും നൽകിയത് ഏകനായ അല്ലാഹുവാണ്. അതുകൊണ്ട് നല്ലത് മാത്രം പറയുക, നല്ലത് മാത്രം കാണുകയും കേൾക്കുകയും ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ അല്ലാഹുവിനോട് നന്ദി കാണിക്കേണ്ടത്. ഇന്ന് അലിമോൻ മദ്രസയിൽ ചേർന്ന ദിവസമായതുകൊണ്ട് എല്ലാവർക്കും ഉസ്താദിന്റെ വക മിഠായിയുണ്ട്. അലിമോൻ ഇങ്ങോട്ട് വാ. ഇന്ന് മോന് ഉസ്താദ് അറബി അക്ഷരങ്ങൾ പഠിപ്പിച്ചു തരാട്ടോ. പിന്നെ ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് ഉസ്താദ് നല്ലൊരു പാട്ടും പാടിത്തരാം. എന്നാ ഈ പുസ്തകത്തിലേക്ക് നോക്കിക്കോ. അലിഫ്, അലിഫ്, ബാ, ബാ, താ, താ, സാ, സാ, ജീം, ജീം, ഹ, ഹ, ഖ, ഖ, ദാൽ, 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 റാ, റാ, സായിദ്, സൈൻ, സീൻ, സീൻ, ഷീൻ, ഷീൻ, സ്വാദ്, സ്വാദ്, ലാദ്, ലാദ്, ത്വാ, ത്വാ, ലാ, ലാ, ഐൻ, ഐൻ, ഗൈൻ, ഗൈൻ, ഫാ, ഫാ, ഖാഫ്, ഖാഫ്, കാഫ്, കാഫ്, ലാം, ലാം, മീം, മീം, നൂൻ, നൂൻ, ഹാ, ഹാ, വാവ്, വാവ്, യാ, യാ,
നാളെ എല്ലാവരും നേരത്തെ വരണം. ശരി ശരി ഉസ്താദ്. ഉസ്താദ്. അസ്സലാമു അസ്സലാമു അലൈക്കും. അലൈക്കും. വലൈക്കുമുസ്സലാം. ഇത്താത്ത 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 വേഗം വാ. ഇത് നോക്കിയേ, ഒരു ഉണ്ടക്കണ്ണൻ തവള. എവിടെ? ദാ നോക്ക്. പെക്രോം പെക്രോം പെക്രോം. അലി, നീ എന്താ ചെയ്യുന്നേ? പാവം, ആ തവളക്ക് വേദനിച്ചിട്ടുണ്ടാവും. ഞാൻ ഉമ്മാനോട് പറഞ്ഞു കൊടുക്കും. നിനക്ക് നല്ല അടി കിട്ടും. വാ പോവാം. ഇത്താത്ത ഉമ്മാനോട് പറയോ? നല്ല കുട്ടിയായില്ലെങ്കിൽ ഉമ്മാനോട് പറയും. ഉമ്മ. അസ്സലാമു അസ്സലാമു അലൈക്കും. അലൈക്കും. വലൈക്കും സലാം. ആ, മക്കള് നേരത്തെ വന്നല്ലോ. ഉമ്മ, ഉസ്താദ് ഞങ്ങൾക്ക് മിഠായി തന്നു. ആഹാ, ഉസ്താദ് ഇന്ന് എന്തൊക്കെയാ പഠിപ്പിച്ചത്? ഉസ്താദ് ഇന്നൊരു പാട്ട് പാടി തന്നു. കേൾക്കട്ടെ. ഞാൻ പാടിത്തരാം. വിണ്ണിൽ പാറി നടക്കും പറവകൾ കന്നം നൽകും അല്ലാഹു. മണ്ണിലമർന്നു കിടക്കും വിത്തുമുളപ്പിക്കും അവനല്ലാഹു. വിണ്ണിൽ പാറി നടക്കും പറവകൾ കന്നം നൽകും അല്ലാഹു. മണ്ണിലമർന്നു കിടക്കും വിത്തുമുളപ്പിക്കും അവനല്ലാഹു. വിണ്ണിൽ പാറി നടക്കും പറവകൾ കന്നം നൽകും അല്ലാഹു. മണ്ണിലമർന്നു കിടക്കും വിത്തുമുളപ്പിക്കും അവനല്ലാഹു. നീറും ഖൽബിനുള്ളിൽ തെളിനീരുറവകൾ തീർത്തവനല്ലാഹു. നീരിൻ തുള്ളി വെളിച്ചം കുഞ്ഞു കിടാങ്ങൾ കേകും അല്ലാഹു. കരയും കടലും സംരക്ഷിക്കും പരിപാലകനാണല്ലാഹു. കരയുന്നവരിൽ സാന്ത്വന കൈകൾ നീട്ടുന്നവനാണല്ലാഹു. വിളികൾ കേൾക്കാൻ നിന്നുടെ ചാരയിരിക്കും പെരിയവനല്ലാഹു. നിന്നുടെ ചെയ്തികളെല്ലാം കാണും, എല്ലാം കേൾക്കും അല്ലാഹു. വിണ്ണിൽ പാറി നടക്കും പറവകൾ കന്നം നൽകും അല്ലാഹു. മണ്ണിലമർന്നു കിടക്കും വിത്തുമുളപ്പിക്കും അവനല്ലാഹു. വിണ്ണിൽ പാറി നടക്കും പറവകൾ കന്നം നൽകും അല്ലാഹു. മണ്ണിലമർന്നു കിടക്കും വിത്തുമുളപ്പിക്കും അവനല്ലാഹു. കേൾക്കാൻ നല്ല രസമുണ്ട്. ഇനി കയ്യും മുഖവും ഒക്കെ കഴുകി വാ. ഭക്ഷണം കഴിക്കണ്ടേ? ആ, ഞാൻ ആദ്യം കഴുകും. നിക്ക് നിക്ക് നിക്ക്, ഞാൻ കഴുകിയിട്ട് മതി. ഇത്താത്തൊന്ന് മാറിക്കേ. അലി, ഞാൻ ഉമ്മാനോട് പറഞ്ഞു കൊടുക്കണോ? തവള. ഏ, ഉമ്മ, ഈ അലി ഇല്ലേ, ഇന്ന് മദ്രസ വിട്ട് വരുമ്പോ കുളത്തിലെ തവളയെ കല്ലെടുത്തെറിഞ്ഞു. അതെയോ? ആ, സാരമില്ല.
അവൻ ചെറിയ കുട്ടിയല്ലേ, അവൻ അറിയാതെ ചെയ്തതായിരിക്കും. ഇനി അവൻ അങ്ങനെ ചെയ്യില്ല, അല്ലേ അലി? വല്ലാഹി ഞാൻ അറിഞ്ഞിട്ടില്ല ഉമ്മ. ഉമ്മ, അലി അള്ളാഹുവിനെ വിളിച്ച് കള്ളസത്യം ചെയ്തു. അലി, അള്ളാഹുവിനെ സാക്ഷി നിർത്തി സത്യം ചെയ്യുമ്പോഴും ശപഥം ചെയ്യുമ്പോഴും ഒക്കെ സൂക്ഷിക്കണം. കള്ളസത്യം ചെയ്യുന്നവരെ അള്ളാഹു ശിക്ഷിക്കുക തന്നെ ചെയ്യും. അതുമാത്രമല്ല, അള്ളാഹുവിനെ സാക്ഷി നിർത്തി ചെയ്ത ശപഥം ആരെങ്കിലും ലംഘിച്ചാൽ അയാളതിന് പരിഹാരമായി 10 പാവങ്ങൾക്ക് നമ്മൾ കഴിക്കുന്ന അതേ ഭക്ഷണം നൽകണം, അല്ലെങ്കിൽ നമ്മൾ ധരിക്കുന്ന അതേപോലുള്ള വസ്ത്രം നൽകണം. ഇതിനൊന്നും കഴിവില്ലെങ്കിൽ 3 നോമ്പെടുക്കുകയെങ്കിലും ചെയ്യണം. എന്നാലേ അതിന് പരിഹാരമാവുകയുള്ളൂ. മോനെ ആരെങ്കിലും കല്ലെടുത്തെറിഞ്ഞാല് മോന് വേദനിക്കില്ലേ? അതുപോലെ ആ തവളക്കും വേദനിച്ചിട്ടുണ്ടാവും. ആ തവള ചത്തുപോയാൽ അതിന്റെ കുഞ്ഞിനെ നോക്കാൻ ആരാ ഉണ്ടാവുക? ഇനി അങ്ങനെ ചെയ്യില്ലല്ലോ? ഇല്ല, ഞാൻ അറിയാതെ ചെയ്തു പോയതാ. നല്ല കുട്ടി, നമുക്ക് ഭക്ഷണം കഴിക്കാലോ. ഉമ്മ, ഈ ഇത്താത്ത ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി ചൊല്ലിയില്ല. ആ, 2 പേരും ബിസ്മി ചൊല്ലി കഴിച്ചോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി വസഖാനി വജഅൽനി മിനൽ മുസ്ലിമീൻ. കരഞ്ഞാൽ വിഷമിച്ചിടും എന്റുമ്മ, ഞാൻ ചിരിച്ചു കളിക്കാൻ ഇഷ്ടം കാണിക്കും. ഉമ്മ, 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 ഉമ്മ ഉമ്മ, ദേ ഇങ്ങോട്ട് നോക്കിയേ. യാസിന്റെ അർത്ഥം ഇന്റർനെറ്റിലുണ്ടുമ്മ. ആഹാ, നോക്കട്ടെ. ഇതാ മലയാളവും കന്നഡയും ഇംഗ്ലീഷും ഉറുദുവിലും എല്ലാ ഭാഷയിലുമുണ്ട്. ആ, അപ്പോൾ നമുക്ക് പഠിക്കാൻ വളരെ എളുപ്പമായല്ലോ. അതെ ഉമ്മ. എന്നാൽ ഇന്നു മുതൽ ഖുർആനിന്റെ അർത്ഥം മുഴുവൻ വായിച്ചു തുടങ്ങണം, ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ. പന്ത്രണ്ട്, 13, 14, 15, 16, 17, 18. അസ്സലാമു അലൈക്കും. വാലേക്കും അസ്സലാം. ഹാ ഇർഫാനെ, ഹനാൻ എവിടെ? ആ, അവൾ വരുന്നുണ്ട്. ഇർഫാനെ, നിനക്ക് എന്തെങ്കിലും പറ്റിയോ? അൽഹംദുലില്ലാ, ഒന്നും പറ്റിയില്ല.
ആ, ഔ, ആ, ആ, ഓ, ആ, ഉമ്മ എന്തൊരു വേദന. ഇങ്ങനെ സ്പീഡിൽ പോയാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. നിനക്ക് സ്പീഡ് കുറച്ച് ഓടിച്ചാൽ എന്താ? ഇനിയെങ്കിലും ശ്രദ്ധിച്ചു പോയിക്കോ. ഇർഫാൻ, താങ്ക്സ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. എന്താ എന്താ പറ്റിയത്? ആ ജാബിറില്ലേ, അവൻ ഇർഫാനെ സൈക്കിൾ ഇടിച്ച് വീഴ്ത്താൻ നോക്കി. എന്നിട്ടെന്താ, അവൻ തന്നെ മറിഞ്ഞു വീണു. പിന്നെന്തിനാ ജാബിറിനെ സഹായിക്കാൻ പോയത്? നമ്മോട് ചീത്തയായി പെരുമാറിയാലും ഒരു അപകടം വരുമ്പോൾ സഹായിക്കാതിരിക്കാൻ പറ്റുമോ? നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കഥ നിനക്ക് ഓർമ്മയില്ലേ? ഏത് കഥ? മദീനയിൽ പണ്ട് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പെൺകുട്ടിയുടെ വീട്ടിനടുത്തുകൂടി നടന്നു പോകുമ്പോഴൊക്കെ അവൾ നബി തങ്ങളുടെ ദേഹത്തേക്ക് വീട്ടിലെ മാലിന്യങ്ങളൊക്കെ വാരിയെറിയും. പക്ഷേ നമ്മുടെ നബി തങ്ങൾ അവളോട് പുഞ്ചിരിച്ചുകൊണ്ട് ദേഹത്ത് വീണ മാലിന്യങ്ങൾ തട്ടിമാറ്റി ഒന്നും മിണ്ടാതെ നടന്നു പോകും. എന്നാൽ ഒരു ദിവസം നബി തങ്ങൾ അതുവഴി നടന്നു പോകുമ്പോൾ ആ പെൺകുട്ടിയെ കാണാനില്ല. നബി തങ്ങൾ അവിടെ ഉള്ളവരോട് അന്വേഷിച്ചപ്പോൾ ആ പെൺകുട്ടി പനി പിടിച്ച് കിടപ്പിലാണെന്ന് മനസ്സിലായി. നബി തങ്ങൾ എന്ത് ചെയ്തെന്നോ? സുഖമില്ലാതെ കിടക്കുന്ന ആ പെൺകുട്ടിയെ സന്ദർശിക്കുകയും അവളുടെ അസുഖം വേഗം മാറ്റിക്കൊടുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈ വിവരമറിഞ്ഞ പെൺകുട്ടിയുടെ മനസ്സ് മാറുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. ഈ കഥ കേട്ടപ്പോഴാ ഓർമ്മ വന്നത്. നമ്മുടെ ക്ലാസ്സിലെ അനുവില്ലേ, അവൾ വീട്ടിൽ സുഖമില്ലാതെ കിടക്കുകയാ. നമുക്ക് അവളെ ഒന്ന് പോയി കാണാം. ശരിയാ, രോഗിയായി കിടക്കുന്നവരെ സന്ദർശിക്കണമെന്ന് ഉസ്താദ് പറഞ്ഞു തന്നിട്ടില്ലേ? വാ, നമുക്ക് പോയി നോക്കാം. അലി, എങ്ങോട്ടാ ഓടുന്നത്? അലി, അവിടെ നിൽക്ക്. എന്താ, എന്തു പറ്റി? ഞാനൊരു ദിവസം ഈ കുളത്തിലെ ഒരു തവളയെ കല്ലെടുത്തെറിഞ്ഞിരുന്നു. ഇപ്പൊ അതിന് കാണാനേ ഇല്ല. പാവം, അത് ചത്തുപോയിട്ടുണ്ടാവും. ഓ, അത് സാരമില്ല. മോൻ അറിയാതെ ചെയ്തതല്ലേ. ആ തവള വെള്ളത്തിനടിയിൽ എവിടെയെങ്കിലും കാണും. വാ, നമുക്ക് പോകാം. ഉപ്പ, ഇതാ ആ തവള ആ കല്ലിന് മറവിലിരിക്കുന്നു. ഭാഗ്യം, അതിനൊന്നും പറ്റിയിട്ടില്ല. ആ അലി, സന്തോഷായില്ലേ? വാ, നമുക്ക് പോകാം. നാളെ നോമ്പ് തുടങ്ങുക. നിനക്ക് നോമ്പെടുക്കണ്ടേ? എങ്ങനെയാ നോമ്പെടുക്കുക? നിനക്കറിയില്ല? ഇല്ല. എന്നാ നോമ്പിനെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ വീട്ടിലെത്തിയിട്ട് ഉപ്പ പറഞ്ഞുതരാം കേട്ടോ. ആ, ഇൻഷാ അല്ലാ. അതെന്താ ഉപ്പ? ഏത്? ആ, അതോ, അത് മെഹർ പർദയുടെ പരസ്യമാണ് മോനെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മുറ്റത്തെ തൈമുല്ലപ്പൂക്കൾ, ഞങ്ങൾ മുറ്റത്തെ തൈമുല്ലപ്പൂക്കൾ, മുത്തിൻ വർണ്ണങ്ങൾ പോലെ തിളങ്ങും മന്ദാരപ്പൂവിന്തളങ്ങൾ, ഞങ്ങൾ നന്മയുടെ നറുമണപ്പൂക്കൾ.